ഞാൻ ഇത്രയും വോയിസ് പ്രൊവോക്കായിട്ടും എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കണ കുറെ കാര്യങ്ങൾ വരാനുള്ള കാരണം ഈ രണ്ടാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ അവന്റെ അക്കൗണ്ടിൽ ഇല്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാം, അതില്ല. അത് റിക്കവർ ആക്കി എടുക്കാനാണ് ഞാൻ നിങ്ങളോട് ടൈം ചോദിച്ചത്. അവൻ വിചാരിച്ചത് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ കിട്ടൂല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് റിക്കവർ ചെയ്തിട്ട് എടുത്തു. അവന്റെ അക്കൗണ്ടിൽ മുമ്പേ ഇട്ട വീഡിയോ വേറൊരാൾക്കാർ സേവ് ചെയ്ത് വെച്ചു. നമ്മുടെ ആവണി ആവൂസിന്റെ അമ്മയും സാത്താൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബറും തമ്മിലുള്ള പ്രശ്നം പലരും അറിയുമായിരിക്കും. ഈ സാത്താൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബ് നടത്തുന്ന പയ്യൻ പെൺകുട്ടികളുടെ പീരീഡ്സ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യുകയും അതിൽ പെൺകുട്ടികൾ പീരീഡ്സ് ആകുന്ന സമയത്ത് അശുദ്ധിയായി കാണുന്നതിനെതിരെയും അവർ ആ സമയത്ത് അമ്പലത്തിൽ കയറ്റാതിരിക്കുന്നതിനെതിരെയും അവരെ പല ഇമ്പോർട്ടന്റ് ഫംഗ്ഷനിൽ അത് കാരണമായി മാറ്റി നിർത്തുന്നതിനെതിരെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം എന്ത് സംഭവിച്ചു? ആവണി ആവൂസ് എന്ന് പറയുന്ന വെരി ടാലന്റഡ് ആയിട്ടുള്ള ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ അമ്മ എന്താക്കി? ഈ പയ്യന്റെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇട്ട് അല്ലേ. ആ കമന്റ് എന്താണ്? തിരിച്ചൊരു ചോദ്യം, മൂത്രം ഒഴിച്ച് പാൻറ്റീസ് ഇട്ട് സഹോദരൻ അമ്പലത്തിൽ കയറുമോ? ഇല്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇതാണ് ചോദ്യം. ഓക്കെ, പുള്ളിക്കാരുടെ നിലപാട് പറഞ്ഞതാണ്. ആ കമന്റ് ഇട്ട് പുള്ളിക്കാരിക്ക് അങ്ങ് പോയാൽ മതി. പക്ഷെ പുള്ളിക്കാരി എന്താക്കി? പേഴ്സണലി പോയി പയ്യനോട് അങ്ങ് ആവശ്യപ്പെട്ടു, ഞാനൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്, റിയാക്ട് ചെയ്യേ എന്നുള്ള രീതിയിൽ. പയ്യൻ എന്താക്കി? അതങ്ങ് എടുത്ത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തു. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരിക്ക് അത് കണ്ട് ദേഷ്യം വന്നപ്പോൾ പുള്ളിക്കാരി എന്താക്കി? ആ ദേഷ്യം തീർക്കാനായി അവനെ പേഴ്സണലി പോയി അവന്റെ അച്ഛനെയും അമ്മയും ചേർത്ത് കൊണ്ട് പ്രാക്കുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച് അല്ലെ. പിന്നീട് ആ പയ്യൻ അതിന്റെ റെക്കോർഡ്സ് ഒക്കെ പബ്ലിക്കിൽ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വിഷയവുമായി പ്രതികരിച്ചുകൊണ്ട് ഒരു 10 ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഹെലനോസ് പാട്ട് അടക്കമുള്ള ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം വൈറലായതോടുകൂടി പുള്ളിക്കാരെന്താക്കി? പേഴ്സണലി ഈ പയ്യനോട് പോയി ഒരു കാര്യം അങ്ങ് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം ചാറ്റിലൂടെയാണ് പറഞ്ഞത്. അതെന്താണെന്നുള്ളത് ഞാനിവിടെ വായിച്ചുതരാം. ഇന്റർവ്യൂ ചെയ്ത കുട്ടിയല്ലേ എന്ന് വിചാരിച്ചാണ് നിന്നോട് സംസാരിച്ചത്. നീ എന്റെ ലൈഫ് വെച്ചാണ് കളിച്ചത്, അതും നീ ചോദിച്ചത് ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട്. സംഭവം മനസ്സിലായല്ലോ, ട്രാക്ക് എങ്ങോട്ടാ പോണെന്നുള്ളത്. നീ ലൈഫ് വെച്ചാണ് കളിച്ചത്, ചോദിച്ചത് സമ്മതിക്കാത്തത് കൊണ്ടാണ് മക്കളെ. സംഭവം മനസ്സിലായല്ലോ. ബാക്കി കേട്ടോ. ഇനിയൊരു വഴിയും ഇല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും. അതിനു മുമ്പ് നീ ചെയ്ത കാര്യങ്ങൾ അറിയിച്ചിട്ട് ഞാൻ പോകൂ. ബൈ. ഒരു തരം ആത്മഹത്യാ ഭീഷണി അല്ലേ. ഓക്കെ, അപ്പൊ അവൻ ചേച്ചിയോട് എന്തോ മോശമായി പെരുമാറിയിട്ടുണ്ട്, എന്തോ കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് വഴങ്ങി കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ് അവൻ ചേച്ചിയോട് തീർക്കുന്നത് എന്നുള്ളതാണ്. ചേച്ചിയോട് വരുത്തി തീർക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് അല്ലെ. അങ്ങനെ അവൻ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ്, തെളിവടക്കം ചേച്ചി പുറത്തിടണം. അതിൽ യാതൊരു സംശയവും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ. ഈ പയ്യനും ഇതിന് ശേഷം ആ ചേച്ചിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചേച്ചിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് ചേച്ചി കാണിക്കണം എന്നുള്ളത്. എന്തായാലും അതിനുശേഷം ചേച്ചി തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അത് എന്താണ് പറയുന്നത് കൂടെ ഒന്ന് കണ്ടോക്കാം. എന്താ വെച്ചാല് നിങ്ങളിത് കണ്ടോ, ഈ പയ്യനായിട്ട് ഞങ്ങൾക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ ആവണിയുടെ സിനിമ ഇപ്പൊ കുറിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് ദൈവം സഹായിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ക്ലൈമാക്സ് സൂപ്പറാണ്, പോയ രീതി. അത് ഗ്രാമീണ ഭംഗിയിലുള്ള വയനാട്ടിന്റെ ഒരു സാധാരണ കഥ പറയുന്ന ഒരു സിനിമയാണെന്നുള്ള നല്ല അഭിപ്രായം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സമയത്ത് ആവണീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്ന അറിയുന്ന ആളാരാണ് ആയിരിക്കും? ഇന്റർവ്യൂ ചെയ്യാൻ വന്ന പയ്യനായിരിക്കും. കാരണം ഞങ്ങളുടെ കൂടെ അവിടെ കുറെ മീഡിയാസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു പയ്യനാണ് ഈ പയ്യൻ. അപ്പൊ ഇവൻ ആവണി ആമോസിന്റെ സിനിമന്റെ റീച്ച് വെച്ച് ഇവനെ റീച്ച് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ് ചേച്ചിയോട് പറഞ്ഞേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി ഇവിടെ ചെയ്യണത് എന്താ? ചേച്ചിയും അവനും തമ്മിലുള്ള കോൺട്രവേഴ്സി ഉപയോഗപ്പെടുത്തി സിനിമന്റെ പ്രൊമോഷൻ നടത്തലിപ്പോ ചെയ്യുന്നത്, സിനിമക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കലിപ്പോ ചെയ്യുന്നത്. കാരണം ചേച്ചിക്ക് അറിയാം നോർമലി ചെയ്യുന്ന വീഡിയോനേക്കാളും 10 ഇരട്ടി റീച്ച് ഈ വിഷയം സംസാരിക്കുമ്പോൾ കിട്ടുന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചേച്ചി ഇപ്പൊ സിനിമന്റെ പ്രൊമോഷൻ നടത്തിയതല്ലേ. അപ്പൊ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ റീച്ച് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നത്? അത്രയോ. മാത്രവുമല്ല, ആ പയ്യനെ കൊണ്ട് ചേച്ചിക്കെതിരെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ചേച്ചി തന്നെയല്ലേ. ചേച്ചി തന്നെയല്ലേ കമന്റ് ഇട്ട് ആ പയ്യനെ പോയി അങ്ങോട്ട് ചൊറിഞ്ഞത്, ഞാനൊരു ചോദ്യം വിട്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്ത് ആ പയ്യനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് ലാസ്റ്റ് പറയാണ് അവൻ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്തതാണ് അല്ലേ. കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഈ പയ്യൻ അപ്പൊ ഇവൻ അവന് പേഴ്സണലായിട്ട് അയച്ചിട്ടുള്ള വോയിസ് എടുത്തിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അത് കുറെ കട്ടിങ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്, കുറെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതൊക്കെ അവൻ ഹൈഡ് ചെയ്തിട്ട് അവന് റീച്ചിനിടാം. അപ്പൊ നിങ്ങൾ അവന്റെ അച്ഛനെയും അമ്മയും പ്രാക്കിയതെല്ലാം അവൻ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ചേർത്തതാണെന്നുള്ളതാണ് നിങ്ങളോട് വരുത്തി തീർക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ചേച്ചി അതിന്റെ ഒറിജിനൽ വേർഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് വേണം സംസാരിക്കാൻ. അതല്ലാണ്ട് കുറെ കട്ട് ചെയ്തതാണ് ഡിലീറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കാൻ ആർക്കും പറ്റും അല്ലേ. അതിപ്പോ എനിക്കും പറ്റും. കൃത്യമായി തെളിവോടുകൂടി വന്ന് സംസാരിക്കണം. അവൻ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ വേഴ്സ് കാണിക്കുക, എന്നിട്ട് സംസാരിക്കുക, എന്നാൽ നമ്മൾ വിശ്വസിക്കാം. ഇതൊരു മാതിരി ചുമ്മാ അങ്ങ് സ്വയം ന്യായീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് പറയുന്ന അവൻ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് തീർത്താന്നൊക്കെ. എന്നാലും കൊള്ളാൻ ചേച്ചി, ബാക്കി പറഞ്ഞാട്ടെ. രണ്ടാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത് ഞാൻ മെസ്സേജ് അയച്ചതിന്റെ കാരണം എന്താണെന്ന് കുറെ എല്ലാം സ്മാർട്ടാക്കി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. ഇതെല്ലാം വിത്ത് പ്രൂഫ് ആയിട്ട് ഞാൻ വരും. കാരണം എന്താ വെച്ചാല് ഇവന്റെ വിചാരം ഡിലീറ്റ് ചെയ്യുന്ന നമുക്കത് എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറെ കാരണങ്ങളാണ് വിചാരിച്ചിരിക്കുന്നത്. അതത്രേ ഉള്ളൂ ചേച്ചി. ചേച്ചിയോട് അവൻ മോശമായിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം ചേച്ചി പുറത്തേക്ക് കൊണ്ടുവരണം.
100% ഞങ്ങൾ എല്ലാവരും ചേച്ചിന് കൂടെ നിൽക്കും. ഇനി അതല്ല ഇതൊന്നുമല്ലാതെ വുമൺ കാർഡ് കളിക്കാനാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചേച്ചിക്ക് അകൻസേ നിൽക്കത്തുള്ളൂ, ഉള്ളത് പറയാലോ. അങ്ങനെ സ്വന്തം ആകെ ന്യായീകരിക്കാൻ വുമൺസ് കാർഡ് കളിക്കുന്നവർ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എന്തായാലും ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി കൊണ്ടുവരണം. ഇതുവരെ പറഞ്ഞതെല്ലാം മാറ്റി തിരുത്തിക്കൊണ്ട് ചേച്ചിയുടെ കൂടെ ഞാൻ ഉറപ്പായിട്ട് നിൽക്കും. എന്തായാലും ചേച്ചി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിച്ചു കേട്ടോ. അടുത്ത ദിവസം തന്നെ വേറെ വീഡിയോ ഇട്ട് വന്നു. ഞാൻ വിചാരിച്ച അതിൽ പ്രൂഫൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ ആ പ്രതീക്ഷയോടുകൂടി ആ വീഡിയോ അങ്ങ് കയറി നോക്കി. നമുക്ക് എന്തായാലും ആ വീഡിയോയിൽ ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്ന് കണ്ടോക്കാം. അപ്പൊ എന്റെ മതത്തിൽ ഇങ്ങനെ ഒരു സംസ്കാരമുണ്ട്. അത് വെച്ചാല് നമ്മൾ പീരീഡ്സ് ആയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുണ്യമായ സ്ഥലങ്ങൾ എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോവാറില്ല. അങ്ങനെ വിചാരിക്കുന്ന രാമായണ ബുക്ക്, പിന്നെ ഖുറാൻ, ഇതൊന്നും തൊടാറില്ല. ഇതൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ശിവാഞ്ജന എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നതല്ലാട്ടത്. ഈ സംഭവം എൻ്റെ അമ്മയുടെ കാലത്ത്, അതിന് മുമ്പുള്ള കാലത്ത് പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ്. അത് ഞാൻ തുടർന്ന് വരുന്നത്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ വീഡിയോയിൽ പോയിട്ട് എനിക്ക് സ്മൈൽ എല്ലാവരും നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ഇട്ടാ പോരെ ചേച്ചി. എന്നോട് കമന്റ് ഇടാൻ പറഞ്ഞാണ് അവൻ ഇട്ട വീഡിയോക്കകത്ത് കമന്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്മൈൽ ഇടാൻ പറ്റില്ല, ലവ് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു വീഡിയോ അവൻ കേരളം എന്ന് പറഞ്ഞ വീഡിയോയിൽ നമുക്ക് ലവ് ഇടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അവന്റെ വീഡിയോക്ക് താഴെ പോയി ആ മൂത്രത്തെ ഉപമിച്ചുകൊണ്ട് ചേച്ചി കമന്റ് ഇട്ടത് അവന് നിർബന്ധ പ്രകാരമാണ് എന്നുള്ളതാണ് ചേച്ചിയോട് വരുത്തി തീർക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ചേച്ചി അവൻ ആവശ്യപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കും. എന്റെ വീഡിയോക്ക് താഴെ പോയി കമന്റ് ഇടുന്ന അവൻ ആവശ്യപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കും. ഇതൊന്നും ചേച്ചിക്ക് കാണിക്കാനില്ല. നേരെ മറിച്ച് ചേച്ചി കമന്റ് ഇട്ടതിന് ശേഷം അവനെ പ്രൊവോക്ക് ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട് അല്ലെ? പക്ഷെ ചേച്ചി ഇവിടെ ഉന്നയിക്കുന്ന അലിഗേഷനും അനുസരിച്ചിട്ടുള്ള പ്രൂഫ് ഒന്നും ചേച്ചിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ഇത് എന്തൊക്കെയാണ് ചേച്ചി ഇവിടെ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാവുന്നില്ല. ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിടുന്നല്ലേ. എന്തായാലും അവനെന്തോ മോശമായി പെരുമാറിയതിന് പ്രൂഫ് എന്തുകൊണ്ടെന്നല്ല പറഞ്ഞത്. ബാക്കി കൂടി കേട്ടോക്കാം, അതിലെവിടെയെങ്കിലും ആ പ്രൂഫ് കാണിക്കായിരിക്കും. എന്തായാലും കേട്ടോക്കാം നമുക്ക്. ഞാൻ ഇത്രയും വോയിസ് പ്രൊവോക്കായിട്ടും എനിക്ക് മാനസികമായിട്ട് വിഷമുണ്ടാക്കണ കുറെ കാര്യങ്ങൾ വരാനുള്ള കാരണം ഈ രണ്ടാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ അവന്റെ അക്കൗണ്ടിൽ ഇല്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കാണാം, അതില്ല. അത് റിക്കവർ ആക്കി എടുക്കാനാണ് ഞാൻ നിങ്ങളോട് ടൈം ചോദിച്ചത്. അവൻ വിചാരിച്ചത് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ കിട്ടൂല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് റിക്കവർ ചെയ്തിട്ട് എടുത്തു. അവന്റെ അക്കൗണ്ടിൽ മുമ്പേ ഇട്ട വീഡിയോ വേറൊരു ആൾക്കാർ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കത് ഫ്രണ്ട്സ് അയച്ചെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പ്ലേ ആക്കിയിട്ട് ഫുള്ള് കേൾക്കണം കേട്ടോ. ഫുള്ള് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ എത്രയും മാനസികമായിട്ട് വിഷമിച്ചതും എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കണം. ഈ വീഡിയോ കേട്ടതിന് ശേഷം അതിനുശേഷം ഞാൻ ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതായത് അയോധ്യയിലെ രാമക്ഷേത്രം പണിതതിനെ തുടർന്ന് എല്ലാവരും എതിർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ എതിർക്കാൻ പാടില്ല. അങ്ങനെ ഒരു രാമക്ഷേത്രം അവിടെ വേണം, നമുക്കത് അനിവാര്യമാണ്. കാരണം ശ്രീരാമൻ ദൈവമാണെന്നും സത്യമാണെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് സത്യമാണെന്ന് ഈ പറയുന്ന ബൈബിളിൽ പറയുന്നുണ്ട്. അള്ളാഹു ദൈവമാണെന്നും അള്ളാഹു സത്യമാണെന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അതേപോലെ സൂത്രനും ഷേരുവും മായാവി ലുട്ടാപ്പിയും കുട്ടൂസനും ഡാഗിനിമുമ്മയും ഒക്കെ സത്യമാണെന്ന് ബാലരമ പറയുന്നുണ്ട്. എന്താ ചേച്ചി ചിരി വരാനത് കണ്ടിട്ട്? ഇവൻ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിന് സമിതി ചെയ്തൊരു വീഡിയോ ആണ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ഇത് കാരണമാണ് അവൻ അച്ഛനെയും അമ്മയും പ്രാക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചെന്നൊക്കെ പറയാണ്. എന്താണ് ചേച്ചി ഇതിപ്പോ വന്ന് ഒരു അത്വം വിത്തില്ലാത്ത ലെവലിലേക്കല്ല ചേച്ചിന്റെ സംസാരം. ഇതിപ്പോ എന്താ സംഭവം എന്ന് അറിയോ? ഈ വീഡിയോ കാണിച്ചുകൊണ്ട് കണ്ടില്ലേ ഇവനൊരു ദൈവ നിഷേധിയാണ്, ഇവനൊരു രാമനിഷേധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കയ്യിലെടുക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ കഴിഞ്ഞാണെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്ത് ചിന്തിക്കും? ഇവൻ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് അല്ലേ, അന്ന് ഒരു കാരണവശാലും ഇവനെ സപ്പോർട്ട് ചെയ്യണ്ട. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് ഇട്ടല്ലോ. വെടക്കാക്കി തനിക്കാക്കി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതന്നെ സംഭവം. വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടിയാണ് ഇതെല്ലാം. നിങ്ങൾ തമ്മിലുള്ള ഈ പേഴ്സണൽ വിഷയത്തിൽ ഇങ്ങനെ മതവികാരം വെച്ച് സപ്പോർട്ട് പിടിക്കാൻ ശ്രമിക്കരുത് ചേച്ചി. ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇതിപ്പോ ചേച്ചി വന്ന് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം അവൻ പേഴ്സണലി എന്തൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വുമൺ കാർഡ് കളിക്കാൻ ശ്രമിച്ചു. അത് പരാജയപ്പെടുന്നത് കണ്ടപ്പോ രണ്ടാമതായിട്ട് ഇപ്പൊ ചെയ്യുന്ന എന്താ, വിശ്വാസികളുടെ സപ്പോർട്ട് കിട്ടാണ് റിലീജിയൻ കാർഡ് കളിക്കുക. എന്താ ഇപ്പൊ ഇത് കഥ? ഇതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ് ഉള്ളത് പറയാനോ. വളരെ മോശപ്പെട്ട തരം താഴ്ന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഇത്രത്തോളം മതപ്പതിക്കരുത് ചേച്ചി. എന്തായാലും അവസാനം ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടോക്കാം. ഇതാണ് എന്നെ വോയിസ് അയക്കാൻ പ്രകോപിപ്പിച്ച കാര്യം. പിന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ ശപിച്ചു പറയുന്നുണ്ടായിരുന്നു. ശപിച്ചു എന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ അതിന്റെ വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കാം, എന്നിട്ട് ഞാൻ അതിന്റെ കാര്യം പറയണായിരിക്കും നല്ലത്. ഓക്കെ, കണ്ടിന്യൂ. ഇതെന്താ ചേച്ചി സീരിയസ് ആക്കി എടുക്കാനുള്ള പ്ലാനാണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഇത് ഇന്നങ്ങനെ അവസാനിക്കത് എന്താ ചേച്ചി കാണിച്ചു കൂട്ടുന്നത്? ഇപ്പൊ ആരാണ് ശരിക്കും ഈ വിഷയം വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ചേച്ചി തന്നെയല്ലേ. തുടരും എന്ന് പറഞ്ഞപ്പോ 2 വീഡിയോ. ഇനിയിപ്പോ എത്ര വീഡിയോ ആണ് ചേച്ചി ചെയ്യാൻ ഉദ്ദേശിക്കണം മനസ്സിലാവുന്നില്ല. എന്തായാലും ഇനി ചേച്ചിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ചേച്ചി എത്രത്തോളം തെളിവ് കാണിക്കാതെ ഓരോ അലിഗേഷൻസുമായി മുന്നോട്ട് വരുന്നു അത്രത്തോളം ചേച്ചി നാളത്തെ ഉള്ളൂ. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ സ്വന്തം പല കുത്തി നാറ്റിക്കരുത് ചേച്ചി. അത്ര എനിക്കിവിടെ പറയാനുള്ളൂ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.